ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ ഓരോ പണിയൊക്കെ ആയിരുന്നു കേട്ടോ. രാവിലത്തെ കാപ്പി ഉണ്ടാക്കലും കറി ഉണ്ടാക്കലും അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കാപ്പിക്ക് ചപ്പാത്തിയും കിഴങ്ങറിയായിരുന്നു കേട്ടോ. പിന്നെ ഏട്ടൻ രാവിലെ പോകാനുള്ളതുകൊണ്ടെന്ന് ഇന്ന് രാവിലെ വെക്കും, അതുകൊണ്ട് രാവിലത്തെ ചോറും കറിയൊക്കെ നേരത്തെ ആവും കേട്ടോ. അപ്പോൾ അതാ കുറച്ച് ചപ്പാത്തിയും കൂടെ ഉണ്ടായിരുന്നിട്ട് ഉണ്ടാക്കണം. അപ്പോൾ അത് ഞാൻ ഒന്ന് ഫ്രീ ആയിരുന്നപ്പോൾ ഒന്ന് ഉണ്ടാക്കുകയാണ്. അപ്പോൾ രാവിലെ പെട്ടെന്ന് തന്നെ അടുക്കളയിലെ പണിയൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ. ഞാൻ അടുക്കളയിലെ പണിയാണ് ആദ്യം തീർക്കുന്നത്, അത് കഴിഞ്ഞിട്ടാണ് പുറത്തെ പണിയൊക്കെ കേട്ടോ. അപ്പോൾ പൊന്നൂസും രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അവളുമായിട്ട് പോകുന്നു കേട്ടോ. ഒരു 5:30 ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റ്, അപ്പോൾ അവളും എഴുന്നേറ്റ് പോകുന്നു. പിന്നെ ഉറങ്ങിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിന് ഇനിയിപ്പോൾ അവൾക്ക് കഴിക്കാനൊക്കെ കൊടുക്കണം. അങ്ങനെ ഇപ്പം പിന്നെ ഇതാ ചപ്പാത്തിയൊക്കെ പരത്തി വെച്ചു കേട്ടോ. ഉണ്ടാക്കിയില്ല, ചുട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ചൂടണമെങ്കിൽ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് ഒതുക്കി ആവാമെന്ന് വെച്ചു കേട്ടോ. രാവിലെ ചിലപ്പോൾ പാത്രമൊക്കെ കഴുകുന്ന പെട്ടെന്ന് ഞാൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന എന്താ പറയുക, ഇതൊക്കെ വെള്ളമൊക്കെ എടുക്കുന്നത് അപ്പം തന്നെ കഴുകി വെക്കും കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ എല്ലാം തുടച്ചിട്ട് കഴിഞ്ഞ് ആണ് കഴുകി വെക്കുന്നത് കേട്ടോ. പിന്നെ പൊന്നൂസിൻ്റെ മൂഡ് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും കേട്ടോ. ഓരോ പണികളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇച്ചിരി താമസിക്കുകയൊക്കെ ചെയ്യും. എന്നാലും പെട്ടെന്നൊക്കെ തീർക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അടുക്കളയിലെ പണിയൊക്കെ. കാരണം അടുക്കളയിലെ പണി തീർന്നു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു റിലാക്സാണ്. അപ്പോൾ പിന്നെ അത് അങ്ങനെയൊക്കെ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊന്നൂസിന് ചപ്പാത്തിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പൊന്നൂസിന് ചപ്പാത്തി, പൂരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ്. പിന്നെ എന്താ പറയുക, ചില നേരത്ത് ഇങ്ങനെ കറിയൊന്നും കുട്ടിയോട് കഴിക്കില്ല കേട്ടോ. അപ്പോൾ ആ പാത്രമൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം ഒന്ന് ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കണം, അതും കൂടെ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് കാപ്പിയൊന്ന് കുടിക്കണം. പൊന്നൂസിന് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ കുടിക്കാറുള്ളത്. അപ്പോൾ ഇത് ആശ്രമത്തിൻ്റെ പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നല്ലൊരു സോഫ്റ്റ് ആട്ടോ ചപ്പാത്തി ഉണ്ടാക്കാൻ. നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതിനകത്ത് ഭയങ്കര തരി കൂടുതൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഷേപ്പിലൊന്നും പരത്തിയായിരിക്കും, ചില നേരത്ത് അതൊന്നും ശരിയാവാറില്ല. പക്ഷേ ഈ ആശ്രമത്തിൻ്റെ നല്ല പൊടിയാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. ചിലപ്പോൾ നല്ല പൊങ്ങി വരും കേട്ടോ. അതുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനൊക്കെ കേട്ടോ. ചുമ്മാ തിന്നാനുമൊക്കെ നല്ലതാണ്. അപ്പോൾ ഇനി ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചു കേട്ടോ. ചൂട് കുടിക്കാൻ തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ കുറച്ച് ഡ്രസ്സ് അലക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് അലക്കിയിടണം. പിന്നെ ഒന്ന് അടിച്ചൊക്കെ വാരാനുണ്ട്. അടിച്ചൊക്കെ ഒന്ന് വാരി പൊന്നൂസിന് കാപ്പിയൊക്കെ കൊടുക്കണം. പിന്നെ അതിനിടയ്ക്ക് ഞാൻ അടിച്ചൊക്കെ വാരിയിടുന്നുണ്ട് കേട്ടോ. അടുക്കളയിലൊക്കെ ഒന്നും രാവിലെ അടിച്ച് വാരിയില്ലായിരുന്നു. അപ്പം ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയതിൻ്റെയൊക്കെ ഇച്ചിരി നിലത്തൂടെ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരിയിടണം. ഹാളൊക്കെ ഞാൻ അടിച്ച് വാരി കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ പൊന്നൂസും വല്ലോട് നടപ്പുണ്ട് കേട്ടോ. പൊന്നൂസിന് രാവിലെ ഒരു ടിവിയിൽ പാട്ടൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്നുള്ളൂ. അല്ലെങ്കിൽ മുറ്റത്തിറങ്ങി അവൾ വെള്ളത്തിൽ പണിയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് പാട്ട് വെച്ച് കൊടുത്തു കഴിയുമ്പോൾ അവളോട് ഇരിക്കും കേട്ടോ. അങ്ങനെയാണ് രാവിലത്തെ കാര്യങ്ങളൊക്കെ, അങ്ങനെ ആണ് കേട്ടോ. പിന്നെ ജനലൊക്കെ ഒന്ന് തുറന്നിടുന്നുണ്ട്. അപ്പോൾ ഇന്ന് നല്ല മഴയുടെ ഒരു ലക്ഷണമാണ്. ഇന്ന് വെയിൽ തെളിയുന്നൊരു ഇതൊന്നും സംഭവം കാണുന്നില്ല. കാരണം രാവിലെ തന്നെ നല്ല മോഡലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തുണിയൊക്കെ ഉണങ്ങുന്ന കാര്യമാണ് ഒരിത്. അപ്പം പിന്നെ തലേദിവസം ഞാൻ തുണിയൊക്കെ ഉള്ളതൊക്കെ കഴുകിയിടും കേട്ടോ. അപ്പോൾ രാവിലെ ആകുമ്പോൾ കുറഞ്ഞ് കിട്ടൂല. അതുകൊണ്ട് ഞാൻ തലേദിവസം മഴയില്ലെങ്കിലൊക്കെ വൈകുന്നേരം കഴുകിയിട്ടിട്ടാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ രാവിലെ ആകുമ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. പിന്നെ ഏട്ടൻ്റെയും പൊന്നൂസിനെ ചിലപ്പോൾ കാണാറുള്ളൂ. പിന്നെ ഇതാ കുറേ കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് തുണി കഴുകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴയാണ്. കുറഞ്ഞിട്ടേ ഇല്ല, നല്ല ശക്തിയിലാട്ടോ മഴ പെയ്യുന്നത്. അപ്പം ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തുണിയൊക്കെ അലക്കാൻ ഓർത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം
ഇപ്പോൾ രാവിലത്തെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അവസ്ഥകളൊക്കെ. എന്താ പറയുക, മഴ ഇപ്പോൾ ഇങ്ങനെ പെയ്യുന്നതുകൊണ്ട് തുണിയൊക്കെ ഉണങ്ങി കിട്ടാനും പാടാണ്. പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക, എല്ലാവരും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ സേഫാണ് കേട്ടോ. ഇനി പൊന്നൂസിനൊന്ന് കാപ്പിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടൊന്ന് കുളിപ്പിക്കണം. അപ്പോൾ വലിയ എന്താ പറയുക, മഴ അടുപ്പിച്ചൊക്കെ പെയ്യുവാണെങ്കിൽ അവളെ ഞാൻ തല നനയ്ക്കാറില്ല കേട്ടോ. മേല് മാത്രമേ കഴുകാറുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പൊന്നൂസിന് കാപ്പി കൊടുക്കാൻ വേണ്ടി എടുത്തോട്ട്. അപ്പോൾ പൊന്നൂസിന് ആദ്യം പകുതി ചപ്പാത്തിയാട്ടോ എടുത്ത്, ചിലപ്പോൾ കഴിച്ചില്ലല്ലോ എന്ന് ഓർത്ത് അങ്ങനെ കുറച്ചെടുത്തിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ രാവിലെ പൊന്നൂസിന് കാപ്പി കൊടുക്കുന്നത് ചില നേരത്ത് ഇച്ചിരി റിസ്ക്കുള്ള പരിപാടിയാണ് കേട്ടോ. പിന്നെ പാട്ടൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ചിലപ്പം പെട്ടെന്ന് കഴിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഫോൺ ഇങ്ങനെ നെറ്റ് കണക്ട് ചെയ്താട്ടോ പാട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഇരിക്കും. അവൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെയാണ് അവൾ ഇരിക്കും കേട്ടോ. ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ് അവൾക്ക് കൊടുക്കാനൊക്കെ. നല്ല മൂടാണെങ്കിൽ തന്നെ ഇരുന്ന് കഴിക്കും കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ അതും ഇതൊക്കെ പറഞ്ഞാണ് ഒന്ന് കൊടുക്കുക. അപ്പോൾ പൊന്നൂസ് കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അവളെ ഒന്ന് കുളിപ്പിച്ചാൽ മതി. ഇപ്പം പണി കഴിയുന്നോടം വരെ ചിലപ്പോൾ അവൾ അങ്ങനെ അനങ്ങാതിരുന്നോളും കേട്ടോ. കുഴപ്പമൊന്നുമില്ല. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക, തിണ്ണയിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ ആയിട്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ തുടച്ച് കളയാണ്. തുടച്ചിട്ടാലും പിന്നെ വീഴുമെന്നാലും ചെളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് കളയാണ്. അപ്പോൾ ഞാൻ പൊന്നൂസിനെ ഒന്ന് കാണാതെയൊക്കെയാണ് തുടച്ച് ഇടുന്നത്. പിന്നെ പൊന്നൂസ് കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങിട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും വലിയ വീഡിയോ എടുത്തില്ല. അപ്പോൾ രാവിലെ തണുപ്പൊക്കെ ആയതുകൊണ്ട് അവളങ്ങ് കിടന്നുറങ്ങി. പിന്നെ വെള്ളമൊക്കെ പിടിക്കാനുണ്ടായിരുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ പിടിക്കുകയാണ്. അപ്പം ഒരുപാട് മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും വെള്ളം കലങ്ങും കേട്ടോ. അപ്പോൾ കലങ്ങുന്നതിന് മുന്നും പിടിച്ചു വെക്കും. പിന്നെ തെളിയാനൊക്കെ താമസമാണ് കേട്ടോ. അപ്പോൾ മഴയൊക്കെ ഒന്ന് തോർന്ന് വരുന്നുണ്ട്. ഞാനും പൊടിയായിട്ട് തൂളുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് വെയിൽ തെളിയുന്ന വലിയ ലക്ഷണമൊന്നും കാണുന്നില്ല. പിന്നെ ചോറിനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ചോറിന് ഉച്ചയായിട്ടോ. അപ്പോൾ ചോറിന് മോരുകറി ഉണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു, ഇഞ്ചിത്തീയിൽ വെച്ചായിരുന്നു കേട്ടോ, അതുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെന്താ ഇച്ചിരി പയറിൽ ബീൻസ് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ പറയുക, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കുന്നതല്ല കേട്ടോ. ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്തൊക്കെ ആട്ടോ വീഡിയോ എടുക്കുന്നത്. പിന്നെ വൈകുന്നേരമായിട്ടും കട്ടനായിട്ട് കുടിക്കാൻ വേണ്ടി വെച്ചേക്കാട്ടോ. അപ്പോൾ വൈകുന്നേരം ചില ദിവസങ്ങളിൽ മാത്രമേ പാലുണ്ടാവും കേട്ടോ, അല്ലെങ്കിൽ കട്ടനായിട്ട് കുടിക്കും. പിന്നെ പൊന്നൂസ് ഒരു പാത്രങ്ങൾ എടുത്തൊന്ന് നടപ്പാട്ടോ. ഇപ്പോൾ എനിക്ക് കളിപ്പാട്ടമേ വേണ്ട, അവൾക്ക് അടുക്കളയിൽ ഓരോ പാത്രമൊക്കെ മതി കേട്ടോ. ചട്ടിയും കപ്പോ അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ മതി അവൾക്ക്. അവളിപ്പോൾ കളിപ്പാട്ടം സാധനങ്ങളൊന്നും എടുത്തോളൂ കളിക്കില്ല കേട്ടോ. അതൊക്കെ വെച്ച് പടി തന്നെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് കപ്പ് വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ പൊന്നൂസിന് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. പൊന്നൂസിന് ഇഷ്ടമാണ്. ഇതൊന്ന് കഴിച്ചിട്ട് പിന്നെ കട്ടി കുറഞ്ഞാട്ടോ അവൾക്ക് കൊടുക്കുന്നത്. ഒരുപാട് കട്ടിയുള്ളതൊന്നും കൊടുക്കാറില്ല, കാരണം കടിക്കാൻ പാടായതുകൊണ്ട് കൊടുക്കാറില്ല. പിന്നെ എനിക്കും വലിയധികം ഇഷ്ടമില്ല കേട്ടോ, കാരണം എൻ്റെ കടിച്ചിങ്ങനെ കുറേ നേരം ചവച്ചുകൊണ്ടിരിക്കണം, എനിക്കത് വലിയ ഇഷ്ടമില്ല. പിന്നെ അതുപോലെ എൻ്റെ പല്ലിന് എന്താ പറയുക, കുറച്ച് ഗ്യാപ്പൊക്കെ ഇങ്ങനെ കേടൊക്കെ ഉള്ളത് കൊണ്ടും അതുകൊണ്ട് ഭയങ്കര പാടായിട്ട് എനിക്ക് വേദന എടുക്കും ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ചവച്ച് കഴിയുമ്പോൾ. പിന്നെ വൈകുന്നേരമായപ്പോൾ കഴിയുമ്പോൾ കുളി കഴിഞ്ഞിട്ട് കയറി വന്നു കേട്ടോ. പൊന്നൂസിനെ കുളിയൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പൊന്നൂസ് എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട് കേട്ടോ. അതാണ് ഇടയ്ക്കിടയ്ക്ക് പൊന്നൂസ് സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം പണികളൊന്നുമില്ല. ഇനിയിപ്പം ഉണക്കമീൻ വെച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട്, അതൊന്ന് വറക്കണം. പിന്നെ ഏട്ടൻ വന്നില്ല, ഏട്ടൻ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഏട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പഞ്ചസാര, എണ്ണ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു. ഇനിയിപ്പോൾ അതൊന്ന് എടുത്ത് വെക്കണം. അപ്പം എന്താ പറയുക, ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഞങ്ങളുടെ ഒരു ദിവസത്തേക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ, മീനൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് പൊന്നൂസിന് ചോറ് കൊടുക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. വലിയ വിശേഷമൊന്നും ഇല്ല. പിന്നെ മീനൊക്കെ വറുക്കാൻ വെച്ചു കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ.
ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ.